ഇസ്രായേൽ വംശഹത്യയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കാക്കിയതിലും അധികമാണെന്ന് പഠനം. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ, യേൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് ഔദ്യോഗിക കണക്കുകളെ തള്ളുന്നത്. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസ മുനമ്പിൽ ഏകദേശം 46,000 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഫലസ്തീൻ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ആ കണക്ക് കൃത്യമല്ലെന്നും മരണസംഖ്യ 40% അധികമാണെന്നുമാണ് വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ലാൻസെറ്റ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. 2023 ഒക്ടോബറിനും 2024 ജൂണിനുമിടയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ കരയാക്രമണങ്ങളിൽ 64,260 പേർ കൊല്ലപ്പെട്ടതായാണ് പഠനം കണക്കാക്കുന്നത്. ഇതിൽ 59.1% സ്ത്രീകളും കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ളവരുമാണെന്ന് പഠനം പറയുന്നു. അതേസമയം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കിൽ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടത് 37,877 പേർ മാത്രമാണ്. ഗസ മുനമ്പിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിദേശ മാധ്യമങ്ങളെ ഇസ്രായേൽ വിലക്കിയിട്ടുള്ളതിനാൽ മരണസംഖ്യ സ്ഥിരീകരിക്കാൻ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. മരണസംഖ്യ കണക്കാക്കുന്നതിൽ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശേഷി മികച്ചതായിരുന്നെങ്കിലും ഇസ്രായേലി ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചതോടെ അതിൽ വീഴ്ച സംഭവിച്ചുവെന്നും ലാൻസെറ്റ് പഠനം ചൂണ്ടിക്കാട്ടുന്നു. 2024 ജൂൺ 30 വരെ ഗസയിലുണ്ടായ മരണം 55,298-നും 78,525-നും ഇടയിലാണെന്നാണ് പഠനം കണ്ടെത്തുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകൾ, ബന്ധുക്കളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഫലസ്തീനികൾക്കായി മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സർവേ, സമൂഹ മാധ്യമങ്ങളിലെ ചരമക്കുറിപ്പുകൾ എന്നിവ പരിശോധിച്ചാണ് അക്കാദമിക വിദഗ്ധർ നിലവിലെ കണക്കുകളിലേക്ക് എത്തിച്ചേർന്നത്. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിലെ ഏകദേശം 2.9% മനുഷ്യരാണ് ഇസ്രായേലി നരനായാട്ടിൽ കൊല്ലപ്പെട്ടതെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണങ്ങൾ ഉണ്ടാക്കിയ കനത്ത പരിക്കുകൾ കാരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് നിലവിൽ കണക്കാക്കിയതെന്നും പഠനം വ്യക്തമാക്കുന്നു. അതേസമയം ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയ്ക്കായി ഉന്നതതല ഇസ്രായേൽ സംഘം ദോഹയിലെത്തിയിട്ടുണ്ട്. കരാർ യാഥാർത്ഥ്യമാകാതെ മടങ്ങരുതെന്ന് സംഘത്തോട് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20 മുമ്പ് വെടിനിർത്തൽ ഉറപ്പെന്ന് അമേരിക്ക അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഹമാസ് തിരിച്ചടിയിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഇസ്രായേൽ സംഘമാണ് ഗസ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ എത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ പകൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ സമിതി യോഗമാണ് ദോഹയിലേക്ക് അന്തിമ ചർച്ചയ്ക്കായി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചത്. മൊസാദ് മേധാവിക്ക് പുറമെ ഷിൻബത്ത് സാരഥി, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ ഉപദേശകൻ, സൈനിക പ്രതിനിധികൾ എന്നിവരും സംഘത്തിലുണ്ട്. ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നാണ് ഇസ്രായേലും അമേരിക്കയും പ്രതികരിച്ചതും. US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മെയ് മാസം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിന്റെ ചട്ടക്കൂട് മുൻനിർത്തിയാണ് പുതിയ ചർച്ച. 3 ഘട്ടങ്ങളിലായുള്ള 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഊന്നിയുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതികരിച്ചു. ബന്ദിമോചന ചർച്ച വളരെ ഗൗരവത്തിലാണ് നടക്കുന്നതെന്നും വൈകാതെ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസ് പ്രതികരിച്ചു. ട്രംപ് US പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജനുവരി 20 മുമ്പ് കരാർ നടപ്പാകുമെന്നാണ് കരുതുന്നതെന്ന് US സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കി. അതേസമയം വടക്കൻ ഗസയിലെ ബെയ്ത് ഗാനൂനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 16 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ തിരിച്ചടിയിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.